മനുഷ്യനായാലും വസ്തുക്കളായാലും എല്ലായിടത്തും ഒരേപോലെ മൂല്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് എത്തേണ്ട അർഹമായ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മൂല്യം എന്താണെന്നുള്ളത് ആളുകൾ തിരിച്ചറിയും എന്ന് നമ്മൾ പറയാറില്ലേ. നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാണ്ട് വെറുതെ മരത്തുമേന്ന് താഴെ വീണ് ചിന്നിച്ചിതറി പോകുന്ന പാവം ചക്കയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചക്കയുടെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നാട്ടിലത്തെ 5000 രൂപയോളം, 4500 മുതൽ 5000 രൂപയോളം വരും ഇരിക്കണ ഒരു ചക്കയ്ക്ക്. നാട്ടിലൊരു പക്ഷേ 100 ചക്ക ഉണ്ടായി നിങ്ങളൊരു പ്ലാവ് വിറ്റാൽ അത്രയും പൈസ കിട്ടില്ല. ചക്ക വെട്ടി ഒരേ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. 40 ദിറംസ്, 45 ദിറംസ്, 50 ദിറംസ്. അതായത് ഈ ഇരിക്കുന്ന ഒരു കഷ്ണത്തിന് നാട്ടിലത്തെ ഏകദേശം 800 മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ ചക്ക നാട്ടിലുള്ള സമയത്ത് ഈ ചക്കക്കൂട്ടിന് വലിയ മൂല്യമൊന്നുമില്ല. പക്ഷേ ഇവൻ എത്തേണ്ട സ്ഥലങ്ങളിൽ, അർഹമായിട്ടുള്ള അവൻ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അവൻ്റെ പവർ കാണിക്കും, അവൻ്റെ ഒരു മൂല്യം കാണിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. എത്ര മൂല്യമില്ല എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരാണെങ്കിൽ കൂടിയും അവർ ഒരു ഘട്ടത്തിൽ അവരെത്തേണ്ട ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴല്ലോ അവരുടെ യഥാർത്ഥ